ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡേ ടു ഡേ കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെജിറ്റബിൾ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ പടവലങ്ങി വെച്ചിട്ട് നമുക്കൊരു അടിപൊളി കറി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ പടവലങ്ങി എടുത്തിട്ടുണ്ട്. ഇതൊരു വലിയ പടവലങ്ങിയാണ്, അത് കാരണം ഞാനൊരു ഹാഫ് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ, ഫുള്ള് എടുക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഹാഫ് പോർഷൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് അതിന് ശേഷം ചെറുതായി സ്ക്വയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്, അത് ഇതുപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ, അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ചട്ടിയിലേക്കാണ് എല്ലാം ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് അവരവരുടെ എരിവിനനുസരിച്ചൊക്കെ വ്യത്യാസം വരുത്താവുന്നതാണ്. ഇനി അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. മിക്സ് ആക്കിയതിന് ശേഷം ഇനി നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ ഇട്ട് കൊടുത്ത വെജിറ്റബിൾസൊക്കെ ഒന്ന് മുങ്ങി കിടക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഈ ടൈമിൽ നമുക്ക് നമ്മുടെ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്, 2 ചെറുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ അരപ്പൂടെ റെഡി ആയിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വേവിക്കാൻ വെച്ചിട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പടവലങ്ങിയും എല്ലാനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കുക്കായതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച് അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരപ്പിട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനിപ്പോൾ വാളംപുളി വെള്ളത്തിലിട്ട് ചെറുതായിട്ടൊന്ന് സോക്ക് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഓൾറെഡി തക്കാളിയുടെ പുളി ഉണ്ടാവും, അപ്പോൾ കുറച്ച് പുളിയും കൂടി അതിൽ ആവശ്യം ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഒഴിച്ച് കൊടുക്കുന്നത്. അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് താളിച്ച് അതിലേക്ക് ഒഴിക്കണം. അതിന് വേണ്ടിയിട്ട് വേറൊരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ കറിയുടെ മേലെ ഇത് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ പടവലങ്ങിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്